അന്നമോളുടെ സ്കൂളിൽ നിന്ന് PT മീറ്റിംഗ് ആയിരുന്നു. അപ്പൊ ദാ പ്രോഗ്രസ് കാർഡൊക്കെ ഒപ്പിട്ട് അതെല്ലാം കഴിഞ്ഞ് ഞാൻ ദാ വിളിച്ചിട്ട് പോരാന്ന് ഓർത്തപ്പോ സിസ്റ്റർ പറഞ്ഞു 3:30 മണിയാൻ വേണ്ടി വിടില്ലാന്ന്. ഞാൻ ഇറങ്ങിയപ്പോ 2:45 അപ്പൊ ജോക്കൂട്ടിനെ പോയി വിളിച്ചിട്ട് ഇറങ്ങി വന്നപ്പോൾ ജോക്കൂട്ടിന്റെ ഫ്രണ്ടിനെയാണ് കേട്ടോ കണ്ടത് ഇസമോള്. അതേപോലെ ഇത് വേറൊരു കൂട്ടുകാരനാണ്. അപ്പൊ അവനൊക്കെ ടാറ്റയൊക്കെ കൊടുത്തിട്ട് മതിയാവുന്നില്ല. ജോക്കൂട്ടൻ ജനലിൽ തൂങ്ങിയും പിടിച്ചേക്കുന്ന ടാറ്റ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ പിടിച്ച് വലിച്ച് ഞാൻ ദാ കൊണ്ടുവന്നു. അങ്ങോട്ട് കടത്തിന്റെ അവിടെ കുറെ നേരം പോസ്റ്റായിട്ട് ഇരിക്കേണ്ടി വരുന്നു. അന്നമോളെയും കൂട്ടി ഇറങ്ങിയാൽ മതിയായിരുന്നു എന്ന് ഓർത്തുപോയി. കാരണം ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേനും കടത്ത് കിട്ടിയപ്പോൾ തന്നെ അന്നമോളുടെ സ്കൂൾ ബസ് പാസ് ചെയ്ത് പോകുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു. പിന്നെ ബസ്സൊക്കെ കയറി ഞങ്ങൾ കറക്റ്റ് ഞങ്ങളുടെ വീടിന്റെ സ്റ്റോപ്പിൽ എത്തിയപ്പോഴത്തേനും അന്നമോളുടെ സ്കൂൾ ബസ്സും അവിടെ എത്തി. പിന്നെ ഞങ്ങൾ വീട്ടിൽ കൊണ്ട് ബാഗ് വെച്ചിട്ട് വീടൊന്നും തുറന്ന് അകത്ത് കയറിയില്ല, വാതിക്കെ തന്നെ ബാഗ് വെച്ചിട്ട് പിറ്റേ ദിവസത്തേക്കുള്ള കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് റോട്ടി കൂട്ടിതാ പാട്ടൊക്കെ പാടി പോരാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ബാഗൊന്നും ഞാൻ അകത്തേക്ക് എടുത്ത് വെച്ചില്ല, വീടിന്റെ പടിക്കെ തന്നെ വെച്ചിട്ടാണ് ഞങ്ങൾ പച്ചക്കറി കടയിൽ പോയത്. കാരണം കയറി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് മടിയാവും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കയ്യോടെ തന്നെ പോയി. പിന്നെ മേടിച്ച സാധനങ്ങളെല്ലാം അടുക്കളയിൽ കൊണ്ടേ വെച്ചിട്ടുണ്ട്. പിള്ളേർ ഡ്രസ്സ് മാറാനും കൈയും കാലൊക്കെ കഴുകാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പുറത്തേക്ക്. അപ്പൊ ഞാൻ കരുതി ആ നേരം കൊണ്ട് അവർക്ക് കഴിക്കാനുള്ള സ്നാക്സ് ഉണ്ടാക്കി എടുക്കുക. അപ്പൊ നല്ല 4 പഴുത്ത പഴം ഇരിക്കുന്നുണ്ടായിരുന്നു. നല്ല പഴുത്ത പഴം വെച്ച് പഴംപൊരി ഉണ്ടാക്കി കൊടുത്ത ജോക്കൂട്ടിന് പിന്നെ വേറെ ഒന്നും വേണ്ട. അവന് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഈ പഴംപൊരി. ഈ പഴംപൊരി ഒരു ഗ്ലാസ് കട്ടൻ ചായ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന് സന്തോഷമാവും. പക്ഷെ ഇന്ന് കട്ടനല്ല, പാലാണ് കേട്ടോ. കുറച്ച് ദിവസമായി പാൽച്ചായ വെച്ചിട്ട് അപ്പൊ ഞാൻ എന്താ പാൽച്ചായ വെച്ചിട്ടുണ്ട്. പഴംപൊരി പറഞ്ഞാൽ ഒന്ന് പയ്യൊന്ന് ചട്ടിയിൽ പിടിച്ചു കേട്ടോ. അപ്പൊ അതൊക്കെ ആയി വരുന്ന നേരം കൊണ്ട് ഞാൻ ഇവിടെ പരിപ്പ് സാമ്പാറിനുള്ളത് വേവിക്കാൻ വേണ്ടി സവാളയും പൊടികളും എല്ലാം ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചായ കുടിച്ച് വരുന്ന നേരം കൊണ്ട് ആ പരിപ്പ് അവിടെ വെന്ത് നല്ല സെറ്റായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പൊ ഞാൻ എല്ലാ പൊടികളും കാര്യങ്ങളും ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ പാകത്തിനിട്ട് കുക്കർ അടച്ച് ഞാൻ അവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ നേരം കൊണ്ട് നമ്മുടെ പഴംപൊരി നല്ല ചൂടായിട്ടായി വന്നിട്ടുണ്ട് കേട്ടോ. പഴംപൊരി പാത്രത്തിലാക്കിയപ്പോൾ തന്നെ ഇവിടെ ഒരു പഴംപൊരിയുടെ കൊതിയനുണ്ടല്ലോ, വേഗം വന്നു. അപ്പൊ അവൻ വേഗം കൈയോടെ തന്നെ അവന് ഇഷ്ടപ്പെട്ട ഭംഗിയുള്ള നോക്കി 2 എടുക്കാൻ ചോദിക്കുക, TV വെച്ചോട്ടെ അമ്മ, TV വെച്ചിട്ട് ചായ കുടിച്ചില്ലെങ്കിൽ എന്റെ മക്കൾക്ക് ഇറങ്ങില്ല കേട്ടോ. അപ്പൊ വേറൊരാളും പുറകെ പോയിട്ടുണ്ട്. അപ്പൊ 2 പേർക്കും പഴംപൊരി ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ഞങ്ങളുടെ വൈകുന്നേരത്തെ ചായ കൂടിയാണ്. അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ.